ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ അല്ലൂസ് ഫ്ലേവർ ഹബ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് നീർദോശയാണ്. ഇത് കർണാടകയിലെ ഉടുപ്പി ഭാഗങ്ങളിലൊക്കെ ഇത് ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു ദോശയാണ്. നമ്മുടെ ഈ കേരളത്തിൽ ഇത് അധികം ഉപയോഗിക്കാറില്ല. കാസർഗോഡ് ആ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സാധാരണയായി ഇത് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള നീർദോശ നമുക്ക് ഒന്നുണ്ടാക്കി നോക്കാം. ഇവിടെ നമ്മൾ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇന്നലെ രാത്രി കിടക്കാൻ നേരം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇന്ന് രാവിലെയാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പം നന്നായി കുതിർന്ന പച്ചരി അത് 2 കപ്പ് അളവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് അരയ്ക്കാം. ഇതിൽ 1 കപ്പ് അളവിലുള്ള പച്ചരിയാണ് ഞാൻ ആദ്യം ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത്. ഇത് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടണം. നല്ല ഫൈനായിട്ട് അരയണം. അതിനായി നമ്മൾ ഐസ് കോൾഡ് വാട്ടറാണ് ഇവിടെ ഒഴിക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിക്കുക, 1/4 കപ്പ് അളവിൽ മാത്രം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാര 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പകുതി പഞ്ചസാര ഇങ്ങോട്ടിടുക. അതുപോലെ തന്നെ ഉപ്പ് 1 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്, അതും പകുതി മാത്രം ഇടുക. തേങ്ങ 1 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്, അതും പകുതി മാത്രം ഇടുക. ഇനി ഇത് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം. നല്ല ഫൈനായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ബാച്ച് അരയ്ക്കാൻ ബാക്കി അരി കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇനി ബാക്കി വെച്ചിരുന്ന തേങ്ങയും ആഡ് ചെയ്യുകയാണ്. പഞ്ചസാര, ബാക്കി വന്ന ഉപ്പ്, മൊത്തം 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും 1 മുറി തേങ്ങയും 2 കപ്പ് അരിയുമാണ് നമ്മളിവിടെ എടുത്തിരുന്നത്. അപ്പോൾ ഇത് ഞാൻ വേഗം അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇനി നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. രണ്ടാമത്തെ ബാച്ചും നമ്മളിവിടെ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് അരയണം. പിന്നെ നീർദോശ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നീരാണ് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് നന്നായി വെള്ളം ഒഴിക്കണം. ഇവിടെ 1 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളം വെച്ച് വേണം നമ്മൾ ഒഴിക്കാൻ. ആദ്യം നമ്മൾ 1/2 കപ്പ് ഒഴിച്ചിരുന്നു. ഇനി 2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിങ്ങനെ നല്ല നീരായിട്ട് തന്നെ ഇരിക്കണം. ഈ പാലുവെള്ളം പോലെ ഇങ്ങനെ ഇരിക്കണം. ഇതാണ് ഇതിൻ്റെ കണക്ക്. വെള്ളം നല്ലതായി ചേർത്ത ഒരു ദോശയാണ് നീർദോശ. ഇതിങ്ങനെ പാൽവെള്ളം പോലെ തന്നെ ഇരിക്കണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് 15 മിനിറ്റ് നേരം ഇവിടെ നമുക്ക് അടച്ചു വെക്കാം. അത് കഴിഞ്ഞ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ദോശ ചുടാനായിട്ട് പോകാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചിരിക്കുന്നത്, ദോശക്കല്ലാണ്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. പാൻ അധികം ചൂടായി പോകരുത്. ഒരു കോട്ടൺ കൊണ്ട് നമുക്ക് ഇത് ഒന്ന് തുടച്ച് മാറ്റാം. ടിഷ്യൂ ഉണ്ട്, അതായാലും മതി. ഇനി നമുക്ക് മാവ് ഒഴിക്കാം. ഇതുപോലെയുള്ള ഒരു ഡബറായിൽ വേണം നമ്മൾ മാവെടുക്കാൻ. ഇത്രയും ഉള്ളൂ. ഇതിരുന്ന് ഒരു 2 മിനിറ്റ് നേരം ഇവിടെ ഇരുന്ന് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഇതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ വിട്ടുപോരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക്
ഇത് മറിച്ചിടുകയൊന്നും വേണ്ട. ഇത് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നേരെ തന്നെ എടുക്കാം. ഇതുപോലെ എല്ലാ ദോശയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് വരാം. ഞാനിവിടെ കുറച്ച് ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി, നമ്മുടെ ദോശ ചമ്മന്തി ഇല്ലേ, അതും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നന്നായിട്ട് ഇതിൽ വെള്ളം ഒഴിക്കണം. പിന്നെ അത് അടച്ചു വെച്ചും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അധികം ഫ്രൈ ആയി പോകണ്ട. ഇവിടെ എൻ്റെ ചിലതൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 10-15 എണ്ണം ഇതേ അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ലവണ്ണം ടൈം എടുക്കുന്നുണ്ട്. ഞാനിവിടെ 7:30-ക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. 8:30 എന്നിട്ടും ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.